അഴിമതി ഭരണത്തിന്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ. ഇവിടെ അധ്യാപകർക്ക് ആധുനിക പരിശീലനം നൽകാനും വിദ്യാഭ്യാസ ഗവേഷണങ്ങൾ നടത്താനും ചുമതലപ്പെട്ട ഡയറ്റുകളിലേക്ക് നടന്ന ലെക്ചറൽ നിയമനങ്ങൾ ഇന്നിപ്പോൾ വലിയ അഴിമതിയുടെയും രാഷ്ട്രീയ സ്വജനപക്ഷപാതത്തിന്റെയും നിഴലിലായിരിക്കുകയാണ്. പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന PSC പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡയറ്റുകളിൽ നടന്ന നിയമന അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുമെന്നാണ് സൂചനകൾ. ഇന്നത്തെ കാലത്ത് ഈ നാട്ടിൽ കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച് പഠിക്കുന്നവരുണ്ടാവും. ആ അധ്വാനത്തിനുള്ള ഫലമായിട്ട് ആഗ്രഹിച്ച പോലൊരു ജോലി കിട്ടുന്നവർ വിരളമാണ്. മുൻപ് ഡയറ്റുകളിലെ ലെക്ചറൽ തസ്തികകളിലേക്ക് സ്കൂൾ അധ്യാപകരിൽ നിന്നും മാതൃവകുപ്പിലെ സേവന പാരമ്പര്യവും യോഗ്യതയും പരിഗണിച്ച് ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി തസ്തികകൾ നികത്തുകയായിരുന്നു പതിവ്. എന്നാൽ 2021 ആയപ്പോഴേക്കും സ്പെഷ്യൽ റൂളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഡയറ്റ് ലെക്ചറൽ തസ്തികകളിലെ 50% നിയമനങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടു നൽകി. ബാക്കി 50% തസ്തികകൾ ബൈ ട്രാൻസ്ഫർ വഴി തസ്തിക മാറ്റം മുഖേന നികത്താനും തീരുമാനിച്ചു. അങ്ങനെ ഈ ഭേദഗതിക്ക് തൊട്ടു പിന്നാലെ 2022 PSC 44ഓളം ഗസറ്റഡ് തസ്തികകളിലേക്ക് ഔദ്യോഗികമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സുതാര്യവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ യോഗ്യരായവരെ കണ്ടെത്തുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷിച്ചതും കാത്തിരുന്നതും. എന്നാൽ വിജ്ഞാപനം മുതൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും ഭരണാനുകൂല സംഘടനാ നേതാക്കൾക്കായി വൻ അട്ടിമറികളാണ് ആസൂത്രണം ചെയ്തത്. പിന്നീട് 2023 ജൂലൈ മാസത്തിൽ ഡയറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ കോഴ്സ് ഓൺ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ഒരു മാസത്തെ പ്രത്യേക പരിശീലന ക്ലാസ് സംഘടിപ്പിക്കപ്പെട്ടു. പുറമേന്ന് നോക്കുന്നവർക്ക് ഇത് സാധാരണ ഒരു കോഴ്സ് എന്ന് തോന്നിച്ചെങ്കിലും വലിയൊരു ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിരുന്നതായാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. PSCയുടെ ഡയറ്റ് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയതും ഉത്തരസൂചിക രൂപീകരിച്ചതും കാലിക്കറ്റ് സർവകലാശാലയിലെ കോച്ചിംഗ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയ അധ്യാപകരും വിദഗ്ധരുമാണ്. ഇത് കൂടാതെ പരീക്ഷയ്ക്ക് ശേഷം മൂല്യനിർണ്ണയം നടത്തിയതും ഇവർ തന്നെയാണ്. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നടത്തിയ പരീക്ഷയുടെ ഫലം വന്നപ്പോൾ കോച്ചിങ്ങിൽ പങ്കെടുത്തവരിൽ 80%-ലധികം പേരും വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകളിൽ മുൻനിരയിലെത്തി. അതിന്റെ പ്രധാന കാരണം ഈ പ്രത്യേക പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു എന്നതാണ്. അങ്ങനെ കുതന്ത്രങ്ങളിലൂടെ പരീക്ഷയിൽ മുൻപന്തിയിലെത്തിയ ഉദ്യോഗാർത്ഥികൾ നിലവിൽ വിവിധ ജില്ലകളിലെ ഡയറ്റുകളിൽ ജോലി ചെയ്തു വരികയാണ്. ഇതൊന്നും കൂടാതെ ഇവിടെ നിലനിൽക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ചോദ്യപേപ്പർ നിർമ്മാണവും മൂല്യനിർണ്ണയത്തിലെ സുതാര്യതയില്ലായ്മയുമാണ്. പൊതുവെ PSC നടത്തുന്ന OMR പരീക്ഷകളിൽ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തുവിടുകയും പരാതികൾ ക്ഷണിച്ച ശേഷം അന്തിമ ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഡയറ്റ് ലെക്ചറൽ പരീക്ഷ നടത്തിയത് ഡിസ്ക്രിപ്റ്റീവ് രീതിയിലായിരുന്നു. അതോടൊപ്പം PSC പ്രൊവിഷണൽ ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം. മൂല്യനിർണ്ണയം നടത്തിയത്, ചോദ്യപേപ്പർ തയ്യാറാക്കിയതും കോച്ചിംഗ് നൽകിയതുമായ അതേ ആളുകൾ തന്നെയായിരുന്നു. ഉത്തരസൂചികയും മാർക്കിംഗ് സ്കീമും പുറത്തുവിടാത്തതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം മാർക്ക് നൽകാൻ മൂല്യനിർണ്ണയം നടത്തിയവർക്ക് സാധിച്ചു. ഇതിലൂടെ ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവർക്ക് കൂടുതൽ മാർക്ക് നൽകി റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിലെത്തിക്കാൻ ഇത് വഴിയൊരുക്കി. ഡയറ്റ് വിജ്ഞാപന പ്രകാരം ഓരോ തസ്തികയ്ക്കും നിർദ്ദിഷ്ട വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ നിർബന്ധമായിരുന്നു. എന്നാൽ പല ഇടത് അധ്യാപക സംഘടനാ നേതാക്കൾക്കും അത്തരം സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ തടസ്സം മറികടക്കാൻ അവർ സ്വീകരിച്ചത് വഴിവിട്ട മാർഗങ്ങളാണ്. വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതയില്ലാതിരുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും M.Ed എടുത്ത ചില പ്രമുഖ ഭരണാനുകൂല നേതാക്കൾക്കായി യൂണിവേഴ്സിറ്റി വഴി ഒരു പ്രത്യേക യോഗ്യതാ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകി. ഇത്തരമൊരു സർട്ടിഫിക്കറ്റ് ഈ പരീക്ഷയ്ക്ക് മുൻപോ ശേഷമോ സർവകലാശാല മറ്റൊരു വിദ്യാർത്ഥിക്കും നൽകിയിട്ടുമില്ല. വിജ്ഞാപനത്തിലെ യോഗ്യതാ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്താതെ തന്നെ ഭരണാനുകൂല അധ്യാപക സംഘടനയായ KSTA ചില സംസ്ഥാന ഭാരവാഹികളും പ്രമുഖരും രേഖകളിലെ കൃത്രിമത്വവും വ്യാജ സർട്ടിഫിക്കറ്റുകളും വഴി ഡയറ്റുകളിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒടുവിൽ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാണ് അട്ടിമറിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പുറം ലോകം അറിയുന്നത്. വിവിധ വിഷയങ്ങളിലായി തയ്യാറാക്കിയ ഡയറ്റ് ലെക്ചറൽ റാങ്ക് ലിസ്റ്റുകളിൽ ആകെ 704 പേർ ഉൾപ്പെട്ടതിൽ 249 പേർ ഒന്നിലധികം ലിസ്റ്റുകളിൽ ആവർത്തിച്ചു വന്നു. ചില വ്യക്തികൾ 8ലും 9ലും വ്യത്യസ്ത വിഷയങ്ങളുടെ റാങ്ക് ലിസ്റ്റുകളിൽ മുൻപന്തിയിൽ ഇടം നേടി.
ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം വിഷയങ്ങളിൽ ഇത്രയധികം സ്പെഷ്യലൈസേഷനോടെ മുൻനിരയിലെത്താൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ അസാധ്യമാണ്. HCERTയിൽ ജോലി ചെയ്തിരുന്ന 7 റിസർച്ച് ഓഫീസർമാർ വിവിധ വിഷയങ്ങളിലെ റാങ്ക് ലിസ്റ്റുകളിൽ 1-ാം റാങ്കും മുൻനിര റാങ്കുകളും നേടിയതും യാദൃശ്ചികമല്ലെന്ന് മറ്റുദ്യോഗാർത്ഥികൾ ഇതിനോടകം ആരോപിക്കുന്നുമുണ്ട്. ചോദ്യപേപ്പർ നിർമ്മാണത്തിലും പരീക്ഷാ നടത്തിപ്പിലും ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇവർ ക്രമക്കേട് നടത്തിയെന്നാണ് പരാതി. യഥാർത്ഥത്തിൽ കേരള PSCയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങളാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് PSC ഓഫീസിന് മുന്നിൽ നടന്നത്. സാധാരണയായി ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റ് വൈകുമ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കാറുള്ളത്. എന്നാൽ വെറും 5 ഒഴിവുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത 1000-ൽ താഴെ ആളുകൾ മാത്രം എഴുതിയ ഒരു തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റ് വരാത്തതിന്റെ പേരിൽ PSC ഓഫീസിന് മുന്നിൽ വലിയ ധർണ സംഘടിപ്പിക്കപ്പെട്ടു. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ഡയറ്റ് സമരസമിതി എന്ന പേരിലുള്ള ഭരണാനുകൂല സംഘടനയുടെ ആളുകളായിരുന്നു. വിചിത്രം എന്ന് പറയട്ടെ, സമരം നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഷോർട്ട് ലിസ്റ്റ് വരികയും ധർണയ്ക്ക് മുന്നിൽ നിന്ന് സമരസമിതി നേതാക്കൾ എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഇവർക്കെല്ലാം പെട്ടെന്ന് തന്നെ നിയമന ഉത്തരവ് ലഭിക്കുകയും വിവിധ ഡയറ്റുകളിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 50% തസ്തികകൾ PSC വഴിയും 50% തസ്തികകൾ ബൈ ട്രാൻസ്ഫർ വഴിയുമാണ് നികത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അട്ടിമറിയുടെ ഭൂരിഭാഗവും നടന്നത് ബൈ ട്രാൻസ്ഫർ കോട്ടയിലാണ്. സർവീസിലുള്ള MEd യോഗ്യതയുള്ള ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാക്കൾക്ക് സീനിയോറിറ്റിയും യോഗ്യതാ മാനദണ്ഡങ്ങളും മറികടന്ന് ഡയറ്റുകളിൽ ലെക്ചറർമാരായി നിയമനം നൽകാൻ ഈ വഴി ദുരുപയോഗം ചെയ്തു. വിജ്ഞാപനത്തിലെ കർശന വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിയാണ് യോഗ്യതയില്ലാത്ത പല നേതാക്കൾക്കും ഇളവുകൾ അനുവദിച്ചു കൊടുത്തത്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേക അന്വേഷണ സംഘത്തിനും ക്രൈംബ്രാഞ്ചിനും നൽകിയ പരാതികളെ തുടർന്ന് പ്രാഥമിക മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുമുണ്ട്. ഡിജിറ്റൽ തെളിവുകളും കാലിക്കറ്റ് സർവകലാശാല നൽകിയ പ്രത്യേക സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും അട്ടിമറി തെളിയിക്കുന്ന രേഖകളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. ഇവിടെ ചർച്ചയാവുന്നത് ഇടതു ഭരണത്തിന്റെ അഴിമതിയും ധാർഷ്ട്യവുമാണ്. വിദ്യാഭ്യാസ മേഖലയുടെ നട്ടെല്ലായ ഡയറ്റുകളിലേക്ക് യോഗ്യതയില്ലാത്തവരെയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചവരെയും തിരുകി കയറ്റിയത് യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ കുംഭകോണത്തിൽ ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ കേസെടുത്ത് സമഗ്ര അന്വേഷണം നടത്തി അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് പൊതുസമൂഹത്തിന്റെയും ഉദ്യോഗാർത്ഥികളുടെയും ആവശ്യം.